നടൻ കൊല്ലം സുധിയുടെ വേർപാടിനു ശേഷമാണ് താരത്തിന്റെ ഭാര്യയായ രേണു സുധി സോഷ്യൽ മീഡിയയിലും ലൈംലൈറ്റിലും സജീവമായി തുടങ്ങിയത്. സുധി ഉണ്ടായിരുന്നപ്പോൾ ചെറിയ മ്യൂസിക് വീഡിയോകളിലും ഹ്രസ്വ ചിത്രങ്ങളിലുമെല്ലാം രേണു അഭിനയിച്ചിട്ടുണ്ട്. സുധിയുടെ മരണശേഷമാണ് അഭിനയം ഉപജീവന മാർഗമായി രേണു സ്വീകരിച്ചു തുടങ്ങിയത്. അതേസമയം അടുത്തിടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റൊമാൻറ്റിക് റീൽ ചെയ്തതിന് രേണുവിന് നേരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടന്നിരുന്നു. ഭർത്താവ് മരിച്ച സ്ത്രീ മറ്റൊരു പുരുഷനൊപ്പം പ്രണയിനിയായി അഭിനയിച്ചുവെന്നതായിരുന്നു ഒരു വിഭാഗം ആളുകൾ രേണുവിൽ ആരോപിച്ച കുറ്റം. എന്നാൽ അത്തരം കമന്റുകൾക്ക് തന്നെ തളർത്താൻ കഴിയില്ലെന്ന് പറയുകയാണ് രേണു. തന്റെ മനസ്സ് കല്ലായി മാറിയെന്നും രേണു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഞാനും ദാസേട്ടനും കൂടി പാത്തും പതുങ്ങിയും പോയി ചെയ്തതല്ല റീല്. അന്ന് ആ കടപ്പുറം മുഴുവൻ ആളുകളായിരുന്നു. അശ്ലീല ചുവയുള്ള കമന്റുകൾ ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇനിയും പറഞ്ഞോളൂ, എനിക്ക് അതൊന്നും വിഷയമല്ല. കാരണം അതൊന്നും എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നില്ലല്ലോ. എന്നെ ഇനി ആർക്കും കുത്തി വേദനിപ്പിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ മനസ്സ് അത്രത്തോളം കല്ലായിപ്പോയി. ഏറ്റവും വലിയ സംഭവം ആ ജൂണിൽ ചേട്ടൻ പോയപ്പോൾ സംഭവിച്ചു. അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാനില്ല. എൻ്റെ തല പോയാലും എനിക്ക് വിഷയമല്ല. പിന്നെ എന്തിന് ഞാൻ ഇതിലൊക്കെ ടെൻഷൻ അടിക്കണമെന്നാണ് രേണു ചോദിച്ചത്. റീൽ കണ്ട ശേഷമുള്ള മൂത്ത മകൻ കിച്ചുവിൻ്റെ പ്രതികരണത്തെക്കുറിച്ചും രേണു വെളിപ്പെടുത്തി. കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഒപ്പമില്ല. ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും അത് ഉടനെ പുറത്തു വരുമെന്നും അവനോട് ഞാൻ പറഞ്ഞിരുന്നു. അത് കേട്ട് ഓക്കെ അമ്മ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അവനറിയാം ഞാൻ ആരാണെന്ന്, എനിക്കറിയാം അവൻ ആരാണെന്നുള്ളതും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല. ഞങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കമന്റ് ഞങ്ങളെ ബാധിക്കില്ല. മക്കൾ വീഡിയോ കണ്ടാൽ എന്ത് ചെയ്യാനാണ്, അവർ കാണും, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. അഭിനയവുമായി മുന്നോട്ട് പോകുന്നതിൽ അവന് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് രേണു വ്യക്തമാക്കിയത്. ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു. ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ. അത് ഇതുവരെയും മാറ്റിയിട്ടില്ല. മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധി എന്ന പേര് എന്നേക്കുമായി പോകും. അദ്ദേഹം എന്നും എൻ്റെ മനസ്സിലുണ്ട്. അത് പോകാൻ എനിക്ക് താല്പര്യമില്ല. അദ്ദേഹം ഇപ്പോഴില്ല. പേരും ഓർമ്മകളും മാത്രമാണുള്ളത്. അത് കളയാൻ എനിക്ക് താല്പര്യവുമില്ല. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും രേണു വ്യക്തമാക്കി.